ഹലോ ഗായ്സ്, പുഡിങ് ഇഷ്ടമല്ലാത്ത ആരുള്ളതല്ലേ? അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്ന ഒരു പുഡിംഗ് ആണ്. നല്ലൊരു ഇളനീ നോക്കി എടുക്കുക. ഇതിനുള്ളിലെ കാമ്പെല്ലാം എടുത്തിട്ട് തീയിലിട്ടൊന്ന് പേസ്റ്റാക്കി അടിച്ചെടുക്കണം. പിന്നെ നമ്മുടെ തേങ്ങാവെള്ളം നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ പേസ്റ്റ് ആകുമ്പോൾ നമ്മളത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. പിന്നെ നമ്മൾ ഒരു പാത്രത്തിൽ 2 പാക്ക് പാൽപ്പൊടി ഇടുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പരിവാകുമ്പോൾ നമ്മൾ അതിലേക്ക് 2 സ്പൂൺ പഞ്ചാര ഇട്ടിട്ട് അടുപ്പത്തൊന്ന് വെച്ചൊന്ന് കുറുക്കിയെടുക്കാം. ഇത് കുറുക്കി ഈ ഒരു പരുവത്തിലാകുമ്പോൾ മാറ്റി വെക്കുക. പിന്നെ പുഡിങ്ങിൻ്റെ മെയിനായിട്ടുള്ള സാധനമാണ് ചൈന ഗ്രാസ്. അത് നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അതെടുത്ത് ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ മുക്കി വെക്കണം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച ഇളനീർ വെള്ളം പഞ്ചാര ഇട്ടിട്ട് ചൈന ഗ്രാസ് ഒഴിച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കുക. എന്നിട്ട് അത് പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാം. 30 മിനിറ്റ് കഴിയുമ്പോൾ അത് കട്ടാവും. ആ സമയം കൊണ്ട് നമുക്ക് അത് ഒന്ന് ഷേപ്പൊക്കെ ആക്കി നമുക്ക് മുറിച്ചെടുക്കാം. പിന്നെ ഒരു പാക്ക് പാല് നമ്മളൊരു പാത്രത്തിൽ ആക്കിയിട്ട് അതൊന്ന് തിളക്കാൻ വെക്കണം. എന്നിട്ട് അത് തിളച്ച് വരുമ്പോഴേക്കും ആ ഒരു അപ്പുറത്തെ അടുപ്പിൽ തന്നെ ഞങ്ങൾ ചൈന ഗ്രാസും ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് രണ്ടും പാടെ മിക്സാക്കുക. പിന്നെ ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അതിലേക്ക് ഇട്ടിട്ട് നമ്മളത് ചെയ്ത് കൊടുക്കുക. പിന്നെ പാത്രത്തിലായിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച കോക്കനട്ട് വെള്ളത്തിൻ്റെ സാധനം ഇടുക. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ സംഭവമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പുഡിങ് ഇവിടെ റെഡിയാവും. നല്ല ടേസ്റ്റി പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ